കോഴിക്കോട് ചെറുവണ്ണൂർ വില്ലേജിലെ തണ്ണീർത്തടത്തിൽ ആഫ്രിക്കൻ പായൽ വ്യാപിക്കുന്നു എന്ന വാർത്ത വരുന്നു. 75 ഏക്കർ വിസ്തൃതിയിലുള്ള തണ്ണീർത്തടത്തിലാണ് പായൽ വ്യാപകമാകുന്നത്. പായൽ കാരണം തണ്ണീർത്തടം മലിനമായതോടെ പ്രദേശത്താകെ ദുർഗന്ധം വമിക്കുന്നു എന്ന് നാട്ടുകാർ പരാതി പറയുന്നു. ഒരു കാലത്ത് ഒരു നാടാകെ ആശ്രയിച്ചിരുന്ന തണ്ണീർത്തടമാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും ഈ തണ്ണീർത്തടങ്ങളിൽ ആഫ്രിക്കൻ പായൽ വ്യാപിക്കുകയാണ്. ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ 4ഓളം ഡിവിഷനുകളുടെ അതിർത്തി പങ്കിടുന്ന തണ്ണീർത്തടത്തിലാണ് പായൽ വ്യാപിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളമായി ഇതാണ് അവസ്ഥ. അടിക്കടി ചീഞ്ഞലിഞ്ഞ് ദുർഗന്ധമായി മാറുന്ന സ്വഭാവവും ഈ പായലിനുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലേക്കും ഓട് വ്യവസായ മേഖലയിലേക്കും കൃഷിയുടെ ആവശ്യത്തിനും ഈ തണ്ണീർത്തടത്തിൽ നിന്നും വെള്ളം ശേഖരിക്കാറുണ്ടായിരുന്നു. എന്നാൽ വെള്ളം മലിനമായതോടെ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പായലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് മുഴുവൻ തന്നെ ഇപ്പോൾ നിലവിലുള്ള ആ പായൽ മുഴുവൻ നശിക്കുകയും അത് നേരെ താഴോട്ട് പോവുകയും ചെയ്യും. ഉടൻ തന്നെ താഴത്തുനിന്ന് ഒരു പുതിയ ഒരു വിഭാഗം പായൽ പൊന്തി വരുന്ന ഒരവസ്ഥയാണ്. ഇത് നിരന്തരം സംഭവിക്കുന്നതിലൂടെ നമ്മളിപ്പോൾ ഇതിൽ ഇറങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം അവിടെ ഒരു തരത്തിലുള്ള ഒരു കറുത്ത തരത്തിലുള്ള ചളിയാണ് ഉള്ളത്. ആ ചളിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ ഇറങ്ങി കയറി കഴിഞ്ഞാൽ നമ്മളുടെ കാല് ചൊറിയുക അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. മാത്രമല്ല വളരെ രൂക്ഷമായുള്ള ഗന്ധം ഉണ്ടാകുന്നുണ്ട്. നിലവിൽ തണ്ണീർത്തടത്തിലിറങ്ങിയാൽ ദേഹത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. 12 അടിയോളം ആഴമുള്ള തണ്ണീർത്തടം പരിസരവാസികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വൃത്തിയായി സർക്കാർ സംരക്ഷിക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. സംഭവത്തിൽ വിവിധ വകുപ്പ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. 2 വർഷം മുമ്പ് വരെ വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും ഈ തണ്ണീർത്തടങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഈ വെള്ളം ശരീരത്തായാൽ വലിയ രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എന്ന് ഇവിടെയുള്ള നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ ദുർഗന്ധവും ഈ മേഖലയിലാകെ പടരുകയാണ്. അതിനാൽ അടിയന്തര നടപടിയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കൃഷിക്കും ജൈവ വൈവിധ്യത്തിനും ഭീഷണിയാണ് ആഫ്രിക്കൻ പായൽ. വെള്ളത്തിലെ പോഷകാംശം ചോർത്തുന്നതിനാലും അതേപോലെ ജലോപരിതലത്തിൽ തിങ്ങിക്കൂടി വളർന്ന് സൂര്യപ്രകാശം തടയുന്നതുകൊണ്ടും ജലസസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഈ ആഫ്രിക്കൻ പായൽ ഉയർത്തുന്നത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ പായൽ നീക്കാൻ നടപടിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചത്. 5ഓളം പമ്പ് സെറ്റ് വർക്ക് ചെയ്ത് കൃഷി ചെയ്ത ഒരു സ്ഥലമാണിത്. ഇന്ന് ഈ കിടക്കുന്ന ദുരിതമായിട്ടുള്ള ഒരു സമയം എന്താ വെച്ചാൽ ഈ പായലെല്ലാം നിറഞ്ഞിട്ട് ഈ വെള്ളം ഒരു കൈകൊണ്ട് തൊടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്നിപ്പോഴത്തെ ഈ ജലാശയത്തിൻ്റെ നിലനിൽപ്പ്. ഇവിടെ ഓരോ ലെയർ ഓരോ വർഷം ഇങ്ങനെ പുതിയ പരിണമിച്ച് ആദ്യമുണ്ടായ പായലല്ല ഇപ്പം കാണുന്നത്. ഒരുപാട് വളർന്നു കഴിഞ്ഞത് അങ്ങനെ ഇത് നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്താ. അപ്പോൾ അതിനെ പുനരുദ്ധരിച്ചൊരു നല്ലൊരു ജലാശയമാക്കി നിലനിർത്താൻ ആവശ്യമായ ഒരു കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു അപേക്ഷയാണ് ഞങ്ങൾക്കിതിലുള്ളത്. ഈ ഇത്തരത്തിലുള്ളൊരു കാട് ഈ വെള്ളത്തിൽ വളർന്നത് കാരണം മലമ്പാമ്പ്, പെരുമ്പാമ്പ് തുടങ്ങിയിട്ടുള്ള ക്ഷുദ്രജീവികൾ നിരന്തരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ അലക്കാനും കുളിക്കാനും ഒക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതൊന്നും ഇത് ചെയ്യുന്നില്ല. പിന്നെ കൊതു ഭയങ്കര പ്രശ്നമാണ്. അതേപോലെ ആ വെള്ളത്തിന് ഭയങ്കര സ്മെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മക്കളടക്കം ഇവിടെ പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല. ഈ സ്ഥലത്ത് ഇപ്പം ഞാൻ മാത്രമേ ഒറ്റയ്ക്ക് പകലുണ്ടാവലുള്ളൂ. ഏത് നേരം ഞാൻ വാതിലടച്ചത്. എനിക്ക് പേടിയാണ് ഈ കുട്ടികളെ പേടിച്ചിട്ട്. ഈ കമ്പീൻ്റെ മുകളിലാണ് കുട്ടികൾ വന്നിരിക്കുക. 1ഉം 2ഉം കുട്ടികളല്ല, 5, 6, 5, 8 ഒരു രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 10, 11 മണി വരെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. ഒന്നുകിൽ അതിൻ്റെ ഉദ്യോഗസ്ഥതലത്തിൽ നമുക്ക് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. അതല്ലെങ്കിൽ ഈ സ്വകാര്യ വ്യക്തികൾ ഈ സ്ഥലം നന്നാക്കി തരുന്നതിനുള്ളൊരു മാർഗം സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യപ്പെടാനുള്ളത്. 24 5ന്റെ വജ്രത്തിളക്കം.